ഏത് അധ്യക്ഷൻ വന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആര് കേരളത്തിൽ BJP നയിക്കാൻ വന്നാലും ഉടനെ ഗ്രൂപ്പ് പോരാണെന്ന് പറയണം. തുമ്പപ്പൂ, അരിപ്പൂ, ഇങ്ങനെയൊക്കെയുള്ള പൂവുകൾ നമ്മളെ പറമ്പിൽ നിന്നോ അടുത്ത വീട്ടിലെ ആൾക്കാരുടെ പറമ്പിൽ നിന്നോ പോയി പറിച്ചുണ്ടാക്കി ചാണകം മെഴുകി അതിൽ തൃക്കാക്കരയപ്പനെ വെച്ച് ആ പൂത്തറയിലാണ് നമ്മൾ പൂടുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത 120 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടില്ല മര്യാദ. ആ പമ്പ ഒന്ന് ശുദ്ധീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഒരു റോൾ മോഡൽ മുമ്പിലുണ്ട്, മോദി മോഡൽ. അത് ഗുജറാത്തിലും അദ്ദേഹം കാണിച്ചു, 12 വർഷമായിട്ട് കേന്ദ്രത്തിലും അദ്ദേഹം കാണിക്കുന്നു. ആ മോഡൽ കേരളത്തിൽ വേണം. പൂക്കൾ വരുന്നത് തമിഴ്നാട്, പച്ചക്കറി വരുന്നത് തമിഴ്നാട്. കേരളത്തിൻ്റെ ഒരു വല്ലാത്ത പരിതാപകരമായ സ്ഥിതിയാണത്. സംഘത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു സംഘടന കെട്ടിപ്പൊക്കുക എന്നുള്ളതല്ല. ആ സംഘടനയിലൂടെ, സ്വയം സേവകരിലൂടെ എല്ലാ വീടുകളിലും അതിൻ്റെ പരിവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പായസം എന്താ വെച്ചാൽ തേങ്ങ പിന്നെ ചിരവി അത് പാലെടുത്ത് അങ്ങനെ പാല് കുറുക്കി 60,000 കള്ള വോട്ട് ഞങ്ങൾ ചേർക്കുമ്പോൾ ഇവിടെ മറ്റുള്ള പാർട്ടികൾ എന്തിനിരിക്കുക എന്നുള്ള ചോദ്യത്തിന് അവർ പൊളിഞ്ഞുപോയി. അദ്ദേഹത്തിന് അറിയാം ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. പഴയ ചിത്രങ്ങളൊക്കെ അദ്ദേഹം എടുത്ത് നോക്കി കാണും. ശബരിമല തകർക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ അതിനെ നേരിട്ടതെന്ന് അവർക്കറിയാം. അതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ ഇത്തവണ നമ്മൾ നേരിടും. വേറെ ഒരു പാർട്ടിയിലും ആളുകൾ പോകുന്നില്ല. BJP ഒഴിച്ച് കേരളത്തിൽ ഒരു പാർട്ടിയിലും പുതുതായിട്ട് ആൾക്കാർ ചേരുന്നില്ല. കേരളം വൈകാതെ BJPയുടെ നിയന്ത്രണത്തിൽ. RSS അല്ലാത്ത ആരുണ്ട് ഇവിടെ? ഇവിടെ ഉണ്ടായ പ്രധാനമന്ത്രിമാർ 2 പേരും RSS. ഇപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, MLA മാർ, മുഖ്യമന്ത്രിമാർ, സ്വയം സേവകർ എത്തിപ്പെടാത്ത ഒരു സ്ഥലം പോലും ഇല്ല. പിന്നെ എന്തിനാണ് ഇവർ? CPI ഭാരത് മാതാക്ക് ജയ് വിളിച്ചു, വലിയ ആഘോഷിച്ചു. ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് അവർക്ക് ആഘോഷിക്കേണ്ടി വരികയാണ്. എന്താ കാരണം? നമസ്തേ. ഈ ഓണക്കാലത്ത് ഓണവിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് കേരള രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ ഉറച്ച ശബ്ദവും BJPയുടെ അനിഷേധ്യ നേതാവും BJP മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ K. സുരേന്ദ്രനാണ്. സ്വാഗതം ശ്രീ K. സുരേന്ദ്രൻ. ഇത്തവണ ഓണം എവിടെയാണ്? ഓണം സാധാരണഗതിയിൽ വീട്ടിലാണ്. മിക്കവാറും വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടുകാരോടൊപ്പമാണ്. ഇത്രയും തിരക്കുകളുടെ ഇടയിലും എല്ലാ ഓണത്തിനും അങ്ങനെ വീട്ടിൽ കൂടാൻ പറ്റിയിട്ടുണ്ട്. ഓണത്തിനും വിഷുവിനും ഇവിടെ മലബാറിൽ പിന്നെ വിഷുവും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 ദിവസവും സാധാരണഗതിയിൽ ഞാൻ വീട്ടിൽ പോകാറുണ്ട്. അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തിരക്ക് വീട്ടിൽ ബാധിക്കുന്നില്ല ഓണത്തിന്. സാധാരണ ഓണത്തിനെങ്കിലും എത്തിയില്ലെങ്കിൽ ആൾക്കാർ പറയില്ലേ മാവേലി എത്തുന്നത് പോലെ ആയിപ്പോകും. അല്ല, സാധാരണ പൊതുവെ കേൾക്കുന്നൊരു പരാതിയാണല്ലോ, ഇത്രയും തിരക്കുള്ള ഒരു നേതാവാണ്. പൊതുപ്രവർത്തകർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികം. ഇത്തവണ BJP മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട്. ആശയങ്ങൾ എപ്പോഴും BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. അമിത്ഷാ കഴിഞ്ഞ തവണ കേരളം സന്ദർശിച്ചപ്പോൾ പറയുകയുണ്ടായി, BJP ഒരു ശക്തമായ സാന്നിധ്യമായിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്നുള്ളത്. ഇനിയിപ്പം അടുത്ത മാസം തദ്ദേശ തെരഞ്ഞെടുപ്പ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് പുതിയ ഭാരവാഹി പട്ടികയൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണത് ലക്ഷ്യം? BJP ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ഉറച്ച വോട്ട് ബേസിൽ നമ്മളിപ്പോൾ എത്തി. ഒരു ഏകദേശം 20% വോട്ടിൻ്റെ ഒരു അടിത്തറയിൽ നമ്മളെത്തി. ഇനിയുള്ള ഒരു കുതിച്ചുചാട്ടമാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ ഒറീസയായാലും അതുപോലെ ആസാമായാലും ഹരിയാന ആയാലും അവിടെയെല്ലാം രാഷ്ട്രീയ മാറ്റം പൊടുന്നനെ ഉണ്ടായത് ഏതാണ്ട് ഒരു 20% വോട്ടിലേക്ക് അവരെത്തിയപ്പോഴാണ്. അപ്പോൾ ആ ഒരു കടമ്പ നമ്മൾ കടന്നു കഴിഞ്ഞു. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കേരളം പോലെ ഇത്രയും ഒരു എന്താ പറയുക ഐഡിയോളജിക്കലി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ 2 മുന്നണികളെയും അതിജീവിച്ച് നമ്മൾ 20%-ലെത്തി. ഇനി ഒരു 10 to 15% വോട്ട് കിട്ടുമ്പോഴാണ് സമ്പൂർണ്ണമായിട്ട് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കക്ഷിയായിട്ട് BJP വരാൻ പോകുന്നത്. ഇപ്പോൾ ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ ഞങ്ങളതൊരു നാഴികക്കല്ലായിട്ട് എടുത്തിരിക്കുക. ഒരു 25% വോട്ടിലേക്ക് ഇത്തവണ എത്തണം. 25% വോട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണി ഘടനയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. അതുവരെ നമ്മളെ കൂടെ ഇല്ലാത്ത ആൾക്കാരുടെയൊക്കെ പിന്തുണ നമുക്ക് കിട്ടും. അങ്ങനെയാണ് രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുന്നത്.
അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ആ ഒരു ലൈനിലേക്ക് പോവുകയാണ്. ഒരു 25% വോട്ട് ഇത്തവണ സമാഹരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം BJP തന്നെയായിരിക്കും. അതുകൊണ്ടാണല്ലോ അല്ലേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ CPM പറഞ്ഞത് പ്രധാന പ്രതിപക്ഷം ഇത്തവണ BJP ആണ് എന്നുള്ളത്. അതായത് കേരളത്തിലെ സമകാലിക സംഭവങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ഒരുപക്ഷെ കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ ഒരു കർത്തവ്യം നിർവഹിച്ചു പോകുന്നത് ഇപ്പോൾ BJP മാത്രമേ ഉള്ളൂ കേരളത്തിലെന്നുള്ളതാണ്. ബാക്കി കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഭാഗത്ത് പ്രീണന സ്വഭാവമുണ്ട്, അതോടൊപ്പം തന്നെ ആരെയൊക്കെ പ്രീണിപ്പിച്ചാൽ നിൽക്കണം, അതുകൊണ്ട് തന്നെ അവർക്ക് ശബ്ദം ഉയർത്താൻ കഴിയാറുമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയം വരുന്നതേയില്ല. കൃത്യമായ ആശയത്തിൽ ഊന്നിക്കൊണ്ട് എവിടെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത് അവിടെ എല്ലാം പ്രതികരിച്ചു പോകുന്ന ഒരു നയം തന്നെയാണ്. തുടർന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ബൈ ഇലക്ഷനിൽ സാധാരണ അവരിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം മൈനോറിറ്റി വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ അവർ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം BJPയെ പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്നുള്ളതായിരുന്നു. BJP എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. ഇപ്പോൾ അവർക്ക് മനസ്സിലായി BJP വളരെ സീരിയസ് ആണ്. ഒരു ലോക്സഭയിൽ നമ്മൾ ജയിച്ചു, 2 സീറ്റിൽ നമ്മളൊരു 1% വോട്ടിന് പരാജയപ്പെട്ടു, 6-7 മണ്ഡലങ്ങളിൽ നമ്മൾ വലിയ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒരു 8-9 മണ്ഡലങ്ങളിൽ BJP ഒരു നിർണായകമായിട്ടുള്ള സ്വാധീന ശക്തിയായി. ഇപ്പോൾ അവർക്ക് മനസ്സിലായി BJPയെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ പലതരത്തിലും ജയിച്ചതുപോലും ശരിയായ രീതിയിലല്ല എന്നുള്ള ആക്ഷേപമായിട്ട് വരിക. കാരണം ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് അവർ വരിക. അതവരെ ഭയപ്പെടുത്തുന്നുണ്ട്. BJP വളർന്നു വന്നാൽ തീർച്ചയായിട്ടും പിന്നെ സ്പേസ് ഇല്ല അവർക്ക്. ഈ തട്ടിപ്പും വർഗീയ പ്രീണനവും കൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ലോക്സഭ വരുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കും, നിയമസഭ വരുമ്പോൾ ഓരോ മണ്ഡലത്തിലും വ്യത്യസ്തമായിരിക്കും സ്ഥിതി. ഇതിനിടയിലൂടെയാണ് BJP മുന്നോട്ട് പോയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വിശദമായിട്ട് പരിശോധിച്ചാൽ 11 സീറ്റിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് വന്നു നല്ല വോട്ടിന്, 9 സീറ്റിൽ നമ്മൾ 2-ാം സ്ഥാനത്ത് വന്നു. 30,000-നും 40,000-ത്തിനും ഇടയിൽ വോട്ട് 10-30 വേറെ കിട്ടി. ആകെ കൂടി നോക്കിയാൽ ഒരു 10-60 സീറ്റുകളിൽ BJP വളരെ നിർണായകമായിട്ട് ഒരു ശക്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 25,000 വോട്ടില്ലാത്ത മണ്ഡലങ്ങൾ 5-6 ഉള്ളൂ കേരളത്തിൽ BJP. പണ്ട് BJPയുടെ ആവറേജ് വോട്ട് എന്ന് പറഞ്ഞാൽ 6,000-7,000 ആണ്. ഇന്ന് ആവറേജ് വോട്ട് 25,000 മാറിക്കഴിഞ്ഞു. ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് BJP ശരിയായ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നു, പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ ധർമ്മം സ്വീകരിക്കുന്നു. കേരളത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു തനത് കേരളം ഇവിടെ വേണം, ഒരു വികസിത കേരളം ഉണ്ടാവണം. മോദി സർക്കാർ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും കേരളത്തിന് അതിൻ്റെ ഒരു പ്രയോജനം എടുക്കാൻ കഴിയുന്നില്ല. അത് ഗവൺമെൻറ് സഹായിക്കാത്തതുകൊണ്ടല്ല, ഇവിടെ ഒരു വിശ്വാസ്യതയുള്ള ഒരു ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ട്, ഭാവനയുള്ള ഒരു ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ടാണ്. വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് പോലും അവർക്കില്ല. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. ഇതൊക്കെ കേരള ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം ഇവിടുന്ന് പോവാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തകർന്നുപോയി, തൊഴിലില്ലായ്മ ഇത്രയും ഭീഷണം, വിലക്കയറ്റം ഇന്ത്യയിൽ നമ്പർ 1 ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കേരളം പോകുന്നത്. ഈ 2 മുന്നണികളും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നേ ഇല്ല. അവർ വേറെ പല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അവർ ഛത്തീസ്ഗഡിലേക്കും മറ്റേതും മറിച്ചതൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. BJP അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വളരെ വില കുറഞ്ഞൊരു രാഷ്ട്രീയമാണ്. ഞങ്ങളത് ഗൗനിക്കുന്നേ ഇല്ല. ഞങ്ങൾ കേരളത്തിൻ്റെ ശരിയായ വികസനത്തിന് ഉപയുക്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഞങ്ങൾക്ക്. അതിന് ഭാവാത്മകമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഒരു റോൾ മോഡൽ മുമ്പിലുണ്ട്, മോദി മോഡൽ. അത് ഗുജറാത്തിലും അദ്ദേഹം കാണിച്ചു, അത് 12 വർഷമായിട്ട് കേന്ദ്രത്തിലും അദ്ദേഹം കാണിക്കുന്നു. ആ മോഡൽ കേരളത്തിൽ വേണം. ഇതാണ് ശരിയായിട്ടുള്ള വിലയിരുത്തൽ. എന്തായാലും പ്രേക്ഷകർക്ക് ഈ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഓണവിശേഷങ്ങളും കൂടി കേൾക്കാൻ താല്പര്യമുണ്ടായിരിക്കും. നമുക്ക് മുൻകാലങ്ങളിലെ ഓണം കോഴിക്കോടായിരുന്നു ജനിച്ച് വളർന്നത്, പിന്നീട് കാസർഗോഡേക്ക് മാറി. അവിടെ തുളുവും കന്നഡയും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ, അതായത് തിരക്കേറുന്നതിന് മുൻപുള്ള ഒരു വീട്ടിലെ ഓണവും തിരക്കേറി കഴിഞ്ഞ ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കുള്ള ഓണമുള്ള സ്ഥലത്തെന്താണ്, അതായത് നാടൻ ഓണം ഉണ്ടല്ലോ, ഇപ്പോൾ ഉള്ളത് നാടൻ ഓണം അല്ലല്ലോ. ഇപ്പോൾ ഓണം എല്ലാം കമേഴ്ഷ്യൽ ഓണമായി. ഞങ്ങളിതൊക്കെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഓണം ഉണ്ടായിരുന്ന ഒരു നാട്ടിലാണ്, കാലത്തായിരുന്നു. ഇപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പോയി വന്നാൽ ഉടനെ പൂക്കോട എടുത്തിട്ട് നാട്ടിലെ പൂക്കൾ പറിച്ച് അത് വീട്ടുമുറ്റത്ത് അടുത്ത് കൊണ്ടുവച്ച് പിറ്റേ ദിവസം രാവിലെ അത് പൂവിട്ട്, പിന്നെ ഓണത്തിന് അതിൻ്റേതായിട്ടുള്ള കുട്ടികളായിട്ടുള്ള കളികൾ, ചെറിയ ചെറിയ ക്ലബ്ബുകളും അതുപോലത്തെ സംഘടനകളുടെയൊക്കെ ഓണവിശേഷങ്ങൾ, പിന്നെ നല്ല സദ്യ, അത് പ്രകൃതിദത്തമായ സദ്യ.
ഇപ്പോഴത്തെ സദ്യയല്ല. അതായത് ഇത് പൂക്കളും പൂക്കളവും ഓണത്തിൻ്റെ മറ്റ് വിശേഷങ്ങളും എല്ലാം തനി നാടനാണ്. തുമ്പപ്പൂ, അരിപ്പൂ, ഇങ്ങനെയൊക്കെയുള്ള പൂവുകൾ നമ്മളെ പറമ്പിൽ നിന്നോ അടുത്ത വീട്ടിലെ ആൾക്കാരുടെ പറമ്പിൽ നിന്നോ പോയി പറിച്ചുണ്ടാക്കി ചാണകം മെഴുകി അതിൽ തൃക്കാക്കരയപ്പനെ വെച്ച് ആ പൂത്തറയിലാണ് നമ്മൾ പൂടുന്നത്. ഇന്നത്തെ പോലെ വീട്ടിൻ്റെ അകത്തല്ല. ഞങ്ങളൊക്കെ പൂട്ടിരുന്നത് വീടിൻ്റെ മുറ്റത്ത് നല്ല ഒരു പൂത്തറ ഉണ്ടാക്കും. എന്നിട്ട് അതിന് വിളക്കൊക്കെ വെച്ച് ദിവസവും ചാണകം മെഴുകി തൃക്കാക്കരയപ്പനെ ആദ്യം തുമ്പപ്പൂ കൊണ്ട് പ്രത്യേകം അഭിഷേകം ചെയ്ത് അതിന് ചുറ്റിലാണ് നമ്മൾ പൂടുന്നത്. അതുപോലെ സദ്യക്ക് എന്ന് പറഞ്ഞാൽ, സദ്യ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നെല്ലില്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാവും. ആ നെല്ല് കുത്തി അരിയുടെ ചോറ്, പായസം, അതുപോലെ എല്ലാ സാധനങ്ങളും, പച്ചക്കറികളെല്ലാം, വെണ്ടയും തക്കാളിയും പയറും എല്ലാം നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്, മായമില്ലാത്ത സാധനങ്ങൾ. അങ്ങനെയാണ് ഓണസദ്യ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓണം ആഘോഷിച്ച് ഇപ്പോൾ എല്ലാം നമ്മൾ കൃത്രിമ ഓണമായി. പൂക്കൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, എല്ലാ പച്ചക്കറികളും എല്ലാ പൂവുകളും എല്ലാ ഭക്ഷ്യ സാധനങ്ങളും. കേരളത്തിൻ്റെ ഒരു വല്ലാത്ത പരിതാപകരമായ സ്ഥിതിയാണത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളെല്ലാം, ഇത്രയും ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് വേറെ ഇല്ല. സമ്പൂർണ്ണ പരാശ്രയ സംസ്ഥാനമാണ്. അപ്പോൾ അത് ഓണത്തിലും പ്രതിഫലിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഓണമാണ്. പായസം ഇൻസ്റ്റൻറ്റ് പായസം. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പായസം എന്ന് വെച്ചാൽ തേങ്ങ പിന്നെ ചിരവി, അത് പാലെടുത്ത് അങ്ങനെ പാല് കുറുക്കി വെല്ലമിട്ട് അങ്ങനെയൊക്കെയാണ് പായസം ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സാധനം വാങ്ങിയിട്ട് നേരെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, ചൂടുവെള്ളം ഒഴിച്ച ഭക്ഷണമായി. അതേപോലെ പായസം എല്ലാം ഇൻസ്റ്റൻറ്റ് പായസമാണ്. എല്ലാ ഭക്ഷണ സാധനങ്ങളും അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഓണം അന്നത്തെ ഓണം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ കണ്ടിട്ടുള്ള ഓണം ഈ ഒരു ഏച്ചുകൂട്ടിയ ഓണമാണ്. ശരിക്കുള്ള ഓണം ആ കാലത്തുണ്ടായിരുന്നു. ഊഞ്ഞാലാട്ടം, അത് പിന്നെ ഓണത്തല്ല്, ഇതെല്ലാം പല രീതിയിൽ പല വീടുകളിൽ പല കുട്ടികളും ചേർന്നിട്ട്. നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റ് ഓണമാണ് എന്നുള്ളത്. കേരളത്തിലും പൊതുവേ ഈ കാർഷിക വിളകളൊക്കെ ഇപ്പം വലിയ രീതിയിൽ കുറയുന്നുണ്ട്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തന്നെ പറയുന്നുണ്ട്. ഒരിക്കൽ വളരെ വിവാദമായൊരു പ്രസ്താവനയും ഉണ്ടായല്ലോ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ, അതിനെന്താ തമിഴ്നാട്ടിൽ നിന്ന് അരി വരുന്നുണ്ടല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ കേരളം ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പോയാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. ഭക്ഷ്യപ്രതിസന്ധി വളരെ ശക്തമാണ്. ഉദാഹരണത്തിന് EMS സർക്കാർ ഇവിടെ ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ നമ്മളെ ടോട്ടൽ കൺസംഷൻ്റെ ഒരു 70 to 75% അരി നമുക്കിവിടെ തന്നെ ഉണ്ടാവുന്നത്. കേരളം അരി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഇന്നിപ്പോൾ ഒന്നുമില്ല. പാലക്കാട് പോയി, കുട്ടനാട് പോയി, നെൽകർഷകർക്ക് കേന്ദ്രം പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെല്ല് സംഭരിച്ചിട്ട് ആ പണം മുഴുവൻ കേന്ദ്രം കൊടുക്കുകയാണ്. പക്ഷേ ഇവർ കൊടുക്കേണ്ട കാശില്ലാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ആ പണം എടുത്ത് വകം മാറ്റി ചിലവഴിക്കുന്നു. എന്നിട്ട് പാടശേഖര സമിതിക്കാരോട് നിങ്ങൾ ലോൺ എടുക്കാൻ പറയുന്നു. ലോൺ സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നു. സർക്കാർ ഗ്യാരണ്ടി പാലിക്കുന്നില്ല, അവർ പണം അടയ്ക്കുന്നില്ല. അങ്ങനെ കർഷകർ കടക്കണിയിലായി. കേന്ദ്രം കൊടുക്കുന്ന കാശ് പോലും കിട്ടുന്നില്ല. പിന്നെ കേരളം അറിയപ്പെടുന്നത് നാളികേരത്തിൻ്റെ പേരിലാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കോക്കനട്ട് മാർക്കറ്റ് കേരളമായിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെയുള്ള പണ്ടികശാലകൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന. ഇന്നിപ്പം നമ്മളെ കടത്തിവെട്ടി ശ്രീലങ്ക പോയി, തമിഴ്നാട് നമ്മളെക്കാളും മുമ്പ് പോയി, ഈവൻ കർണാടകയിലും ബംഗാളിലടക്കം തെങ്ങായി. പക്ഷേ കേരളത്തിൽ നാളികേരം നശിച്ചു. ഇത്ര നല്ല വിലയാണ്. ഇപ്പോൾ ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയായി? നല്ല വിലയുണ്ട്. പക്ഷേ കർഷകന് യാതൊരു പ്രയോജനമില്ല. നാഫെഡ് കൊപ്ര സംഭരിക്കുന്നുണ്ട്, കാശും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭരണത്തിനുള്ള സംവിധാനങ്ങളില്ല. കർഷകരെ യഥാസമയം സഹായിക്കുന്നില്ല. 2018 ശബരിമല പ്രക്ഷോഭകാലം, അന്ന് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. 242 പോലീസ് കേസുകൾ, 21 ദിവസത്തെ ജയിൽവാസമൊക്കെ. അന്ന് ഇതൊക്കെ ചെയ്ത പിണറായി സർക്കാർ ഇന്ന് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഇലക്ഷൻ ഇനി 6 മാസമല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് മനസ്സിലായി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പ്രതീകം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ, മധ്യ തിരുവിതാംകൂറിലൊക്കെ എത്രമാത്രം അതിന് സ്വാധീനമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അന്ന് പറ്റിയ തെറ്റ് ഏറ്റുപറയാൻ അവർക്ക് മനസ്സില്ല. പക്ഷേ അതേ അയ്യപ്പൻ്റെ വികാരം എങ്ങനെ ചൂഷണം ചെയ്യാമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പിന്നെ കാശുണ്ടാക്കണം. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത 120 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചിട്ടില്ല മര്യാദയ്ക്ക്. ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. അയ്യപ്പ ഭക്തന്മാർക്ക് KSRTC
ബസ്സിൽ ഇരട്ടിയിലധികം കൊടുക്കണം. എല്ലായിടത്തിലും ടോൾ പിരിവാണ്. ശബരിമലയിൽ ഒരു കച്ചവടക്കാരൻ വന്ന കൊലയാണ് ചെയ്യുന്നത്. തീർത്ഥാടകർ കുടിവെള്ളം പോലും ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, ആ പമ്പ ഒന്ന് ശുദ്ധീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന, ഗോവ ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അയ്യപ്പനെന്ന് കേട്ടാൽ മതി. അപ്പം അവരുടെ കാശ് കൊണ്ടാണല്ലോ ഈ ദേവസ്വം ബോർഡ് നിന്ന് പോകുന്നത്. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം വെച്ച് തമിഴ്നാട്, കർണാടകയിൽ നിന്നൊക്കെയുള്ള മന്ത്രിമാരെയൊക്കെ കൊണ്ടുവന്ന് വലിയ എന്തോ സംഭവമാണ് ഇവർ ചെയ്യുന്നതെന്ന് വരുത്തി തീർത്ത് അതിൻ്റെ പേരിൽ കാശുണ്ടാക്കണം. വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. എം.കെ. സ്റ്റാലിൻ അതിൽ നിന്ന് പിന്മാറി. അല്ല, അത് അദ്ദേഹത്തിന് അറിയാം ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളത്. പഴയ ചിത്രങ്ങളൊക്കെ അദ്ദേഹം എടുത്ത് നോക്കി കാണും. ശബരിമല തകർക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ അതിനെ നേരിട്ടതെന്ന് അവർക്കറിയാം. അതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ ഇത്തവണ നമ്മൾ നേരിടും അങ്ങനെ വേണ്ടി വന്നാൽ. അപ്പോൾ അതുകൊണ്ട് അത് അവർക്കറിയാം. പക്ഷേ ഇതിനകത്ത് വലിയ ചൂഷണമുണ്ട്. അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കുകയാണ്. ഒരു അവകാശവും അവർക്കില്ല. ഇവർ സനാതന ധർമ്മത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. ഹിന്ദുക്കളുടെ എല്ലാ പ്രശ്നങ്ങളിലും എതിരായ സമീപനം സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് അതിനുള്ള യാതൊരു റൈറ്റും ധാർമ്മികമായിട്ടില്ല, രാഷ്ട്രീയമായി ശരിയുമല്ല ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സർസംഘചാലക് തന്നിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് ആഘോഷമല്ല പ്രധാനം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക, ഓരോ വീട്ടിലേക്കും ഇറങ്ങുക, പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കുമോ ഒരു പ്രവർത്തകൻ എന്നുള്ള? അല്ല, എല്ലാ സംഘടനകളും സംഘടനയുടെ വ്യാപ്തിയെക്കുറിച്ച്, അതായത് സംഘടനകളെല്ലാം, വിവിധ ക്ഷേത്ര സംഘടനകളെല്ലാം ഇന്നുള്ള അവരുടെ സ്വാധീനത്തിന് മുഴുവൻ ഭൗഗോളികമായി, അതായത് നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെയെല്ലാം ആ പ്രദേശത്ത് മുഴുവൻ സ്ഥലങ്ങളിലും അതിൻ്റെ പ്രവർത്തനം എത്തിക്കുക എന്നല്ല ഒന്ന്. രണ്ടാമത്തേത് അതിൻ്റെ സംഘടനയുടെ ദൃഢതയാണ്. വെറുതെ സംഘടന ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. സംഘടനയെ ശക്തിപ്പെടുത്തണം, സംഘടനയെ അതിൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിർത്തണം. സംഘടനയിലൂടെ സമാജത്തിൽ, കുടുംബത്തിൽ മാറ്റങ്ങളുണ്ടാവണം. സംഘത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു സംഘടന കെട്ടിപ്പൊക്കുക എന്നുള്ളതല്ല. ആ സംഘടനയിലൂടെ, സ്വയംസേവകരിലൂടെ എല്ലാ വീടുകളിലും അതിൻ്റെ പരിവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇത്തവണത്തെ ശതാബ്ദി വർഷത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും BJP ഉൾപ്പെടെ എല്ലാ സംഘടനകളും, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ലക്ഷ്യം 2025 കഴിയുമ്പോൾ, അതായത് 26 ഈ കാലയളവിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 42 മുതൽ ഇവിടെ തുടങ്ങി, അവിടെ 25-ൽ തുടങ്ങിയെങ്കിലും ഇവിടെ 42-ലാണ്. 42 മുതൽ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ പ്രസ്ഥാനം മറ്റെല്ലാ മേഖലകളിലും സ്വാധീനം തെളിയിച്ചെങ്കിലും ഒരു ഇലക്ട്രൽ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ നിയമസഭയിലേക്കോ മറ്റോ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം, നിയമസഭയിൽ നല്ല സംഖ്യയിൽ ആൾക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം വലിയ തോതിൽ, ഇത് രണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ ശതാബ്ദി വർഷം അതിനൊരു കൂടുതൽ പ്രേരണ, കരുത്ത് പ്രവർത്തകരുടെ നിന്ന് കിട്ടും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണല്ലോ രാഷ്ട്രീയ സ്വയംസേവക സംഘം. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റുള്ള പാർട്ടിക്കാർ വയ്ക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, അല്ലെങ്കിൽ അത് അവർ ആരോപണമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്, നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ RSS അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിരാശ എന്നാണ് ചോദിക്കുന്നത്. RSS അല്ലാത്ത ആരുണ്ട് ഇവിടെ? എത്ര പ്രധാനമന്ത്രിമാർ RSS ഉണ്ടായി? ഇവിടെ ഉണ്ടായ പ്രധാനമന്ത്രിമാർ രണ്ടുപേരും RSSകാരാണ്. വാജ്പേയി ആയാലും മോദിജി ആയാലും RSSകാരാണ്. ഇപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, MLA-മാർ, മുഖ്യമന്ത്രിമാർ, സ്വയംസേവകരെത്തിപ്പെടാത്ത ഒരു സ്ഥലം പോലും ഇല്ല. പിന്നെ എന്തിനാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായാലും സർക്കാർ നിയോഗിക്കുന്നതായിട്ടുമുള്ള 10,000-കണക്കിന് പദവികളിൽ സ്വച്ഛന്തമായിട്ട് സ്വയംസേവർ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ RSS അല്ലേ എന്ന് ചോദിച്ചാൽ, പക്ഷെ അവരങ്ങനെ RSS അല്ലേ എന്ന് ചോദിക്കുന്നതിന്റെ പിന്നിൽ ഈ RSS നിന്ന് കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ, അതാണ് മൈനോറിറ്റി വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു തന്നെയാണ്. അതായത് എപ്പോഴും ഈ നേതാക്കൾ, RSS നേതാക്കളാണ് തലപ്പത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഭീഷണി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അതിൽ പക്ഷേ അത് അത്രമാത്രം പണ്ടത്തെ പോലെ ചിലവാകുന്നില്ല. കാരണം ഇപ്പോൾ സംഘം തന്നെ നേരിട്ട് മതസംഘടനകളായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും ആശയവിനിമയം സർസംഘചാലകൻ തന്നെ നടത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂജനീയ സർസംഘചാലകൻ ദില്ലിയിൽ ഒരുപാട് മുസ്ലിം മത മേലധ്യക്ഷന്മാരായിട്ട് ചർച്ച. കേരളത്തിലാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഘം ഈ ക്രൈസ്തവ സമുദായങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്.
അതായത് ഇന്ത്യയിലുള്ള എല്ലാ മതങ്ങളും അവർ സാംസ്കാരികമായി ഈ ഭാരതീയരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനകൾ എന്നുള്ള മതങ്ങൾ എന്നുള്ള നിലയിൽ അവരുമായിട്ടുള്ള സഹവർത്തിത്വത്തിനും സംഘം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു കോതമംഗലത്തെ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടെയെല്ലാം BJP ആണ് മുന്നിട്ട് നിൽക്കുന്നതും ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതും. എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ പ്രീണനം ഇവർ എത്ര നാളിങ്ങനെ നടത്താൻ? അല്ല, അത് ഗൗരവതരമായിട്ട് ക്രൈസ്തവ സഭകളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പോൾ ഈ RSSൻ്റെ ഭീഷണിയോ ഒന്നും അല്ലല്ലോ ഈ നാട്ടിലുള്ളത്. RSSന് എന്ത് ഭീഷണി? സത്യത്തിൽ ഈ തീവ്രവാദ സംഘടനകളുടെ ഭീഷണിയാണ് അവരും നേരിടുന്നത്. ഇപ്പോൾ ഈ ലവ് ജിഹാദിനെ പണ്ടൊക്കെ ഹിന്ദുക്കൾ കുട്ടികൾ മാത്രമേ, ഇപ്പം ഭൂരിപക്ഷം ക്രിസ്ത്യൻ കുട്ടികളാണ്. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്, അതിനെ വലിയൊരു മുന്നേറ്റം അവർക്കൂടെ ഉണ്ടാക്കാൻ സാധിക്കാത്തത് കേരളത്തിൽ RSS ഇത്രയും ശക്തമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബഹുജന സംഘടനകൾ ശക്തമായതുകൊണ്ടാണ്. ക്രൈസ്തവ സമൂഹത്തിന് നേരെ വരുന്ന പല കടന്നാക്രമണങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിരോധിക്കുന്നത് സംഘപരിവാർ സംഘടനകളാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് ചില ആൾക്കാർ സംസാരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ. അപ്പോൾ അത് വലിയൊരു ഭീഷണിയാണ്. ഇപ്പോൾ PFI നിരോധിച്ചതുകൊണ്ടാണ് കുറച്ചെങ്കിലും ക്രൈസ്തവ സമൂഹത്തിന് ഒരു സമാധാനമായിട്ടൂടെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അറ്റാക്ക് അവർക്ക് നന്നായിട്ട് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങൾ, ഭീകരവാദത്തിൻ്റെ ഭീഷണി, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അപകടം മെല്ലെ മെല്ലെ ക്രൈസ്തവ സമുദായവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു നാച്ചുറൽ അലൈൻമെൻറ്റ് വരും. കാരണം ഭീഷണി ആർക്കെതിരെയാണ്? ആരാണ് ശത്രു? ശത്രു എന്ന് പറഞ്ഞാൽ ഹിന്ദു സംഘടനകളോ RSSോ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിനോ എതിരല്ല. പക്ഷേ വളരെ ബോധപൂർവം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ചില ആളുകളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവിടെ ഉള്ളവർ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെയുള്ള സംഘടനകളാണ്. അപ്പോൾ അവരുടെ ഭീഷണി ഹിന്ദു സംഘടനകളും ക്രൈസ്തവ സംഘടനകളും ശരിയായി മനസ്സിലാക്കി ഒരു പരസ്പര സഹകരണത്തോടെ പോവേണ്ടി വരും. കുറച്ച് സമയം എത്ര എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മാറ്റർ ഓഫ് ടൈം എന്തായാലും അങ്ങനെ വരുള്ളൂ. BJP ഓരോ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് വികസിത ഭാരതം, വികസിത കേരളത്തോടൊപ്പം ഇതുതന്നെയാണ്. പക്ഷേ നമ്മളെപ്പോഴും കാണാറുണ്ട് ഇടതും വലതും പരസ്പരം പഴിചാരുക, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു MLAയുടെ രാജി വിഷയത്തിൽ വരെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കണക്കെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ പാർട്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു, ഇപ്പുറത്തെ പാർട്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ട് മുന്നണികൾക്കുണ്ട്. മൂല്യച്യുതിയാണ് രണ്ടുപേരെയും. ഇപ്പം തന്നെ ഈ MLAയുടെ കാര്യത്തിൽ തന്നെ എന്താണ്, തോക്കൻ മുനയിൽ നിർത്തിയിട്ടാണ് മറ്റു പല നേതാക്കളെയും. അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. എല്ലാം കൂടി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ രാജ്യം വിട്ട് ഓടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അയാളെ സംരക്ഷിച്ച് നിർത്തുന്നത്. പക്ഷേ ഇത് അങ്ങനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയില്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയും അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളും LDFനെയും UDFനെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുക. വലിയൊരു കൺസേൺ ആണ് കേരളത്തിൻ്റെ. ഇവരിങ്ങനെ പോയാൽ എന്താവുമെന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ അവരെ ഞെട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിജയം തന്നെയായിരിക്കും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് സംഭവിച്ചത്. അല്ല, അതുകൊണ്ടാണല്ലോ അവരെ ഈ കള്ളവോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അതും പൊളിഞ്ഞു പോയി. കാരണം അത് കഴിഞ്ഞ് വീണ്ടും 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും ഇപ്പോഴും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന 60,000 കള്ളവോട്ട് ഞങ്ങൾ ചേർക്കുമ്പോൾ ഇവിടെ മറ്റുള്ള പാർട്ടികൾ എന്തിനിരിക്കുക എന്നുള്ള ചോദ്യത്തിന് അവർ പൊളിഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ ആരും വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല ഇവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും അപാകതകൾ തോന്നിയിട്ടുണ്ട്, അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കല്ലോ, അല്ലെ ഹൈക്കോടതിയെ സമീപിക്കല്ലോ. അതൊന്നും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇത് സുരേഷ് ഗോപി അയച്ചതെല്ലാം വോട്ട് ചോർച്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വിജയം, അത് ശരിയായ വിജയമല്ല എന്ന് കേരളത്തെ പഠിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അതൊന്നും വിജയിക്കില്ല. ആ പ്രചരണം ഒന്നും ഇവിടെ നടക്കും. അത് ബൂമറാങ് പോലെ തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ പക്ഷേ ഇപ്പോൾ നിലവിൽ സംഘടനയിൽ വന്ന മാറ്റങ്ങൾ, ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടെ വന്ന മാറ്റങ്ങൾ, അത് വെച്ച് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷം. അതായത് ഗ്രൂപ്പ് പോലെ അതിരൂക്ഷമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവർ BJPയിൽ അത്തരം ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള. അതായത് ഇത് എപ്പോഴും പറയുന്നതാണ്, ഏത് അധ്യക്ഷൻ വന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആര് കേരളത്തിൽ BJPയെ നയിക്കാൻ വന്നാലും ഉടനെ ഗ്രൂപ്പ് പോരാണെന്ന് പറയണം. പിന്നെ ഒരു പദവിയിൽ എല്ലാ കാലത്തും എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. പദവികൾ മാറിക്കൊണ്ടേയിരിക്കും. പദവികൾ മാറുന്നത് കൊണ്ട് അയാൾ അപ്രസക്തനാവുകയല്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭാരവാഹിയായിരുന്ന ഒരാൾ ഇത്തവണ ആയില്ലെന്ന് വിചാരിച്ചു, അതുകൊണ്ട് അയാൾ അപ്രസക്തനായിട്ടുള്ള ആളാണ്, അയാൾക്ക് പ്രാധാന്യമില്ലെന്ന് വിചാരിക്കുന്ന കാര്യമില്ല. പദവികളുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പോസ്റ്റല്ല. ഞങ്ങളങ്ങനെയാണ് പാർട്ടിയിൽ വിവക്ഷിക്കുന്നത്. പദവികളല്ല, ഉത്തരവാദിത്തമാണ്. നമുക്കെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമാണ്. പ്രസിഡന്റിനും മുൻ പ്രസിഡന്റിനും ഭാരവാഹികൾക്കെല്ലാം കേരളത്തിൽ BJPയുടെ വളർച്ചയുടെ കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തമാണ്.
പിന്നെ പദവികൾ വീതം വയ്ക്കുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയവർക്ക് ഇത്തവണ കിട്ടണമെന്നില്ല. കാരണം ലിമിറ്റഡ് പോസ്റ്റാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ 100 ജനറൽ സെക്രട്ടറിമാരാണ്, ഞങ്ങൾക്ക് 4 ഉള്ളൂ. അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും, അത് സീരിയസ് അല്ല. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ഒരു സുസ്ഥിരമായ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ തന്നെ പോവുകയും ചെയ്യുമെന്നാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഓരോ തെരഞ്ഞെടുപ്പിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിലെ പ്ലസ് പോയിൻ്റ് എന്താണോ അതിനെ ശക്തിപ്പെടുത്തുക, ആ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മൈനസ് പോയിൻ്റ് ഉണ്ടായിരുന്നോ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഊർജ്ജസ്വലമായിട്ട് മുമ്പോട്ട് പോവുക. ഭാവിയുള്ള ഒരേ ഒരു കക്ഷി കേരളത്തിൽ BJP ആണ്. വേറെ ഒരു പാർട്ടിയിലും ആളുകൾ പോകുന്നില്ല. BJP ഒഴിച്ച് കേരളത്തിൽ ഒരു പാർട്ടിയിലും പുതുതായിട്ട് ആൾക്കാർ ചേരുന്നില്ല. BJPയിൽ മാത്രമേ ആൾക്കാർ പുതുതായിട്ട് ചേരുന്നുള്ളൂ. അതിനർത്ഥം ഫ്യൂച്ചറുള്ള പാർട്ടി BJP ആണ്. കേരളം വൈകാതെ BJPയുടെ നിയന്ത്രണത്തിൽ അതിൻ്റെ നേതൃത്വത്തിലാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പ് അതിനെ കൂടുതൽ ബലപ്പെടുത്തും. BJP മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത എന്നുള്ള ആശയം അതിപ്പോൾ CPM-ഉം കോൺഗ്രസും ഒക്കെ ഇങ്ങനെ കടമെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നാണ്. അതായത് ഞങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? BJPക്കാരും ഞങ്ങൾ രാജ്യസ്നേഹികളാണെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. CPI-ക്കാർ ഭാരത് മാതാക്ക് ജയ് വിളിച്ചു, വലിയ ആഘോഷിച്ചു. ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നത് അവർക്ക് ആഘോഷിക്കേണ്ടി വരികയാണ്. എന്താ കാരണം? ഇതുവരെ ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്യുകയാണ്. BJPക്ക് ഇത് രക്തത്തിൽ അലിഞ്ഞതാണ്. വന്ദേ മാതരായാലും ഭാരതാംബയായാലും ഭാരത് മാതാക്ക് ജയ് ആയാലും ജനഗണമനയായാലും അതൊക്കെ പാർട്ട് ഓഫ് പൊളിറ്റിക്സ് ആണ്. നമ്മുടെ ഓണം, ഈ ഓണം എന്ന് പറയുന്നത് നൽകുന്നൊരു സന്ദേശമുണ്ട്. അതായത് എല്ലാവരും തുല്യർ, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഐശ്വര്യം, സമൃദ്ധി. ഒരുപക്ഷെ BJPയുടെ ആശയവും അത് തന്നെയല്ലേ? ന്യൂനപക്ഷമില്ല, വനവാസിയില്ല, എല്ലാവരും തുല്യരാണ്. തീർച്ചയായിട്ടും സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും പുരോഗതിയും എല്ലാ പൗരനും എത്തിക്കണം എന്നാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയോ വർഷമായിട്ട് പറയുന്നതാണ്. ജസ്റ്റിസ് ടു ഓൾ, അപ്പീസ്മെൻ്റ് ഓഫ് നൺ. ഈ ആശയമാണ് ഓണത്തിനുള്ളത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് വേണ്ടി ഓണാശംസകൾ കൂടി. എല്ലാ മലയാളികൾക്കും ഈ ഓണം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണമായി മാറട്ടെ. എല്ലാവർക്കും ജനം TV പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ നേരുന്നു.